സോ എൻ്റെ പേര് ജോബിൻ എന്നാണ്. ഞാൻ കൊല്ലത്ത് ബിഷപ്പ് ജെറോം എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി സർവേയിങ് എന്താണെന്നാണ് നോക്കുന്നത്. എന്താ ക്വാണ്ടിറ്റി സർവേയിങ്? നമ്മൾ ഒരുപാട് തവണ കേട്ട് പഴകിയ സാധനങ്ങളൊക്കെയാണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്നൊക്കെ ഉള്ളത്. സോ ക്വാണ്ടിറ്റി സർവേയിങ് എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ മെഷർമെന്റ് ഓഫ് സിവിൽ വർക്ക്, prepare specification and estimate the cost of work. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ക്വാണ്ടിറ്റി സർവേയിങ്ങിനുള്ളത്. മെഷർമെന്റ് ഓഫ് സിവിൽ വർക്ക്. ഇപ്പോൾ ഒരു സിവിൽ വർക്കിന്റെ മെഷർമെന്റ് എടുക്കുക. ഇപ്പൊ എന്താണ്, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണെങ്കിൽ ബിൽഡിങ്ങിന്റെ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും. പിന്നെ പ്രിപ്പയർ സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ സ്പെസിഫിക്കേഷൻസ് നമ്മുടെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനും ഉണ്ട്, ജനറൽ സ്പെസിഫിക്കേഷനും ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനകത്ത് നമ്മൾ ആ ബിൽഡിങ്ങിനകത്തുള്ള ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ വർക്ക്ഔട്ട് ചെയ്യും. അതാണ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ. എന്നിട്ടാണ് എസ്റ്റിമേറ്റ്, ഒരു ബിൽഡിങ്ങിന്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് എന്താണ്, മെയിൻലി 3 കാര്യങ്ങളായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. മെഷർമെന്റ് ഓഫ് സിവിൽ വർക്ക്, പ്രിപ്പയർ സ്പെസിഫിക്കേഷൻ ആൻഡ് എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് വർക്ക്. ഇനി വാട്ട് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ? എന്താണ് ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടുള്ളത്? നമുക്ക് 2 ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ദ ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഐറ്റം ഈസ് വർക്ക്ഡ് ഔട്ട് ഫ്രം ദ റെസ്പെക്റ്റീവ് ഡയമെൻഷൻ. ദ ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഐറ്റം. അപ്പൊ നമുക്കറിയാം, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിനെ മെയിൻ ആയിട്ട് നമുക്ക് 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സബ് സ്ട്രക്ചറും രണ്ടാമത് സൂപ്പർ സ്ട്രക്ചറും. ഇനി സൂപ്പർ സ്ട്രക്ചർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ സ്ട്രക്ചറിനകത്ത് നമുക്ക് വാൾസ് ഉണ്ട്, അതേ കണക്ക് തന്നെ റൂഫ് ഉണ്ട്. ഈ വാൾസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു മേസണറി വർക്ക് ഉണ്ട്, ബ്രിക്ക് മേസണറി ഉണ്ട്. പിന്നെ അതിന്റെ പുറത്ത് നമ്മൾ പ്ലാസ്റ്ററിങ് വർക്ക്സ് ഉണ്ട്. പിന്നെ റൂഫ് എടുക്കുമ്പോൾ നമുക്ക് റൂഫിന് എന്തുണ്ട്, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് വർക്ക് ഉണ്ട്. റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് വർക്കിനകത്ത് തന്നെ എന്തുണ്ട്, കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം, റീഇൻഫോഴ്സ്മെന്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റത്തിന്റെയും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. The quantity of each individual item of work is worked out from the respective dimension on the drawing of the structure. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മുടെ എന്തുണ്ടാകണം, നമുക്ക് ആ ബിൽഡിങ്ങിന്റെ ഡ്രോയിങ് ഉണ്ടാകണം. ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ഫുൾ ഡ്രോയിങ് ഉണ്ടാകണം, അതിന്റെ എല്ലാ ഡീറ്റെയിലിംഗും ഉള്ള ഡ്രോയിങ്സ് ഉണ്ടാകണം. ഈ സെക്കൻഡ് പ്രിൻസിപ്പിൾ പറയുന്നത്, each quantity of item is multiplied with rate will give the cost of respective item. നമ്മൾ പറയാറുണ്ട്, ഒരു എം ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യാൻ ഇത്ര റേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ ഇത്ര റേറ്റ് ആണെന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചാൽ അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, റേറ്റ് എന്താണ്, അവിടെ വെച്ച് നമുക്ക് അതിന്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് വിൽ ദ കോസ്റ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ഓഫ് ദ റെസ്പെക്റ്റീവ് ഐറ്റം. അപ്പൊ നമ്മൾ 2 പ്രിൻസിപ്പിൾ ആണുള്ളത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്, നമ്മൾ ബിൽഡിങ്ങിനകത്തുള്ള ഓരോ കോമ്പണൻസിന്റെയും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. സെക്കൻഡ് എന്താ ചെയ്യുന്നത്, ആ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് വിൽ ഗീവ് ദ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ്, ഒരു പെർട്ടിക്കുലർ വർക്ക് ചെയ്യാനുള്ള കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ഇവിടെ ഒരു റൂം തന്നിട്ടുണ്ട്. അപ്പോൾ റൂമിന്റെ ഡയമെൻഷൻ നമുക്ക് ഇന്നർ ഡയമെൻഷൻ തന്നിട്ടുണ്ട് 3500. ഇത് നമ്മൾ സെന്റിമീറ്റേഴ്സിലാണ്, സെന്റിമീറ്റേഴ്സ്. അപ്പോൾ റൂമിന്റെ ഇന്നർ ഡയമെൻഷൻ ഇത് പറയുമ്പോൾ എത്ര വരും, സെന്റിമീറ്റേഴ്സ് അല്ല മില്ലിമീറ്റേഴ്സ്. യൂണിറ്റ് കൊടുത്തിട്ടില്ല, ഇത് മില്ലിമീറ്റേഴ്സ്. അപ്പൊ എത്ര മീറ്റേഴ്സ് വന്നു, ഇത് 3.5 മീറ്റർ. ബ്രെഡ്ത്ത് എത്ര വരും, 2.3 മീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഈ ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ പറയുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ റൂമിന് നമുക്കൊരു 3.5 മീറ്റർ ഹൈറ്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. 3.5 മീറ്റർ ഹൈറ്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഐറ്റം ഈസ് വർക്ക്ഡ് ഔട്ട്. അപ്പോൾ നമ്മൾ ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ബ്രിക്ക് വർക്ക് എന്ന് പറയുമ്പോൾ ആ ബ്രിക്ക് വർക്കിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്.
അപ്പോൾ ഈ ബ്രിക്ക് വർക്കിന്റെ ലെങ്ത് എടുക്കാൻ എത്ര എടുക്കണ്ടേ? നമുക്ക് 3.5 meters ഉള്ള 2 wall ഉണ്ട്, 2.3 meters ഉള്ള വേറെ 2 wall ഉണ്ട്. അപ്പോൾ ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി എടുക്കാൻ നേരത്ത് എന്ത് ചെയ്യുക? ടോട്ടൽ ലെങ്ത് ഓഫ് വോൾ. ടോട്ടൽ ലെങ്ത് ഓഫ് വോൾ എന്ന് പറയുമ്പോൾ 3.5 into 2 plus 2.3 into 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ലെങ്ത് ഓഫ് വോൾ കിട്ടും. 3.5 3.5 into 2, അതായത് ലോങ്സ്റ്റ് വാൾ പ്ലസ് 2. എഴുതാൻ ഇച്ചിരി പാടാട്ടോ. 2.3 into 2. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ടോട്ടൽ ലെങ്ത് ഓഫ് വോൾ കിട്ടി. ഇനി ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ എന്താണ്? ലെങ്ത് ഓഫ് വോൾ ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് വോൾ. ക്വസ്റ്റ്യനകത്ത് ബ്രെഡ്ത്ത് ഓഫ് വോൾ തന്നിട്ടില്ല. നമ്മൾ യൂഷ്വലി വോളിന്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ തിക്നെസ് എത്രയാണ് എടുക്കുന്നത്? വോളിന്റെ തിക്നെസ് 22 ആണോ? 20 centimeters ആണ് വോൾ തിക്നെസ് എടുക്കുന്നത്. 20. അപ്പോൾ ഇത് മീറ്റേഴ്സ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ബ്രെഡ്ത്ത് എത്ര എടുക്കാം? 0.2 എടുക്കാം. 0.2. ഇനി ഇൻറ്റു എന്ത് ചെയ്യാം? ഹൈറ്റ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് നമ്മൾ ക്വസ്റ്റിന് തന്നിട്ടില്ല, അതുകൊണ്ട് എന്തെടുത്തു? 3.5 meter എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ 3.5 meters. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾ പറയുന്നത്. എന്താണ്? ഓരോ ഐറ്റത്തിന്റെയും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഐറ്റം ഓഫ് വർക്ക് ഈസ് വർക്ക്ഡ് ഔട്ട് ഫ്രം ദ റെസ്പെക്റ്റീവ് ഡയമെൻഷൻ ഓൺ ദ ഡ്രോയിങ് ഓഫ് ദ സ്ട്രക്ചർ. അപ്പൊ അതിന് നമ്മുടെ കയ്യിൽ എല്ലാ ഡ്രോയിങ്ങും ഉണ്ടാകണം. അപ്പൊ ഈ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? പ്ലാൻ മാത്രമേ ഉള്ളൂ. പ്ലാൻ മാത്രം വെച്ച് നമുക്ക് ഒരിക്കലും എന്താണ് ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ പറ്റില്ല. പ്ലാനും വേണം, എലിവേഷനും വേണം, സെക്ഷണൽ വ്യൂവും വേണം. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എന്താണ്? ലെങ്ത് ഓഫ് ബ്രിക്ക് വർക്ക് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് ബ്രിക്ക് വർക്ക് ഇൻറ്റു ഹൈറ്റ് ഓഫ് ബ്രിക്ക് വർക്ക്. അപ്പോൾ നമുക്ക് എം ക്യൂബിൽ ഒരു വാല്യൂ കിട്ടും. മീറ്റർ ക്യൂബ്. ഈ ഐറ്റംസ് എല്ലാം നമ്മൾ മീറ്റേഴ്സിലാണ് എടുത്തത്. അപ്പോൾ അതാണ് ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി, മീറ്റർ ക്യൂബ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. ആ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ക്ലിയർ ആയോ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്ത് നല്ലതായിരിക്കും. കമന്റ് ചെയ്താലും മതി. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചില്ലെങ്കിലും ഒന്ന് കമന്റ് ചെയ്താലും നല്ലതായിരിക്കും. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ക്ലിയർ ആയോ? ഇനി സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? നമ്മുടെ ഈ ക്വാണ്ടിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക? റേറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ റേറ്റ് നമ്മൾ റെഫർ ചെയ്യുന്നത് കേരള PWD ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ സെൻട്രൽ PWD ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് വെക്കാറുണ്ട്. പക്ഷെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ലെവലിൽ നമ്മൾ റെഫർ ചെയ്യാന്ന് പറയുന്നത് കേരള PWD ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു എം ക്യൂബ് ബ്രിക്ക് വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ ഇത്ര എമൗണ്ട് ആണെന്ന് നമ്മുടെ ഷെഡ്യൂൾ ഓഫ് റേറ്റ്സിൽ ഉണ്ടാവും. അപ്പൊ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ ബ്രിക്ക് വർക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ട കോസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മൾ പറയുന്ന ബേസിക് പ്രിൻസിപ്പിൾസ്, രണ്ട് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് എസ്റ്റിമേഷൻ എന്താന്ന് നോക്കുവാണ്. അപ്പൊ എസ്റ്റിമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കൊരു പ്രപ്പോസ്ഡ് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര രൂപ ചെലവാകും, അതാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. It is the computation of quantities required and expenditure likely to be incurred in the construction of a work. അപ്പോൾ നമുക്ക് എന്ത് വേണം? എക്സ്പെൻഡിച്ചേഴ്സ്, അതിന്റെ ഒരു എസ്റ്റിമേറ്റ്, ഒരു ടോട്ടൽ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കൊരു പ്രപ്പോസ് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രപ്പോസ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര രൂപ ചെലവാകും എന്നുള്ളൊരു കാൽക്കുലേഷൻ ആണ് എസ്റ്റിമേഷൻ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പേർപ്പസ് ഓഫ് എസ്റ്റിമേഷൻ. എന്താണ് എസ്റ്റിമേഷന്റെ പേർപ്പസ്? അപ്പൊ ഈ പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കണം. ഇപ്പോൾ നമുക്ക് എക്സാമിന് ചിലപ്പോൾ ഓപ്ഷനകത്ത് പറയുന്നത് ഇതിനകത്ത് എസ്റ്റിമേറ്റിന്റെ പേർപ്പസ് അല്ലാത്തത് ചൂസ് ചെയ്യാനായിട്ടൊക്കെ ഓപ്ഷൻ എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോറി, പേർപ്പസ് ഓഫ് എസ്റ്റിമേറ്റ്. ഫസ്റ്റ് പേർപ്പസ് എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ദ നെസസറി എമൗണ്ട് ഓഫ് മണി റിക്വയർഡ്
by the owner to complete the proposed work. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്കൊരു പ്രോജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര എമൗണ്ട് ചെലവാകും എന്ന് നേരത്തെ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്താണ്, ഇപ്പോ ഒരു ഗവൺമെന്റ് വർക്ക് അല്ലെങ്കിൽ ഇപ്പോ നമുക്കിപ്പോ ഒരു പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, ഒന്നുകിൽ കോർപ്പറേഷന്റെയോ പഞ്ചായത്തിന്റെയോ ഒക്കെ പെർമിഷൻ വേണം. ആ കേസിലും ഒക്കെ നമുക്ക് എന്ത് വേണം, ഈ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് കാണിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ടു ഒബ്റ്റെയിൻ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ, അലോട്ട്മെന്റ് ഓഫ് ഫണ്ട്, ടെക്നിക്കൽ സാങ്ഷൻ. അപ്പോൾ ഹയർ അതോറിറ്റീസ് എന്നുള്ള അപ്രൂവൽ, അതിനൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പെർമിഷൻ, അതിനൊക്കെ ടെക്നിക്കൽ സാങ്ഷൻ, അതിനൊക്കെ നമുക്ക് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. ഈ സെക്കൻഡ് പോയിന്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടു കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ്. ടു കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ്. ഇപ്പോൾ നമുക്ക് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര ക്വാണ്ടിറ്റി ബ്രിക്ക് വേണം, എത്ര ക്വാണ്ടിറ്റി വെച്ച് എത്ര നമ്പർ ഓഫ് ബ്രിക്സ് വേണം നമുക്ക് ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ, എത്ര ബാഗ് ഓഫ് സിമെന്റ് വേണം, എത്ര M³ ഫൈൻ അഗ്രിഗേറ്റ് വേണം, എത്ര M³ കോഴ്സ് അഗ്രിഗേറ്റ് വേണം, എത്ര സ്റ്റീൽ വേണം, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. അതിനൊക്കെ എത്ര കോസ്റ്റ് ചെലവാകും. നെക്സ്റ്റ് പറഞ്ഞ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ് that are to be complete the work within a stipulated time of completion. നമുക്ക് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയും ഇത്ര മാസം കൊണ്ട് നമ്മൾ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര ഇയേഴ്സ് കൊണ്ട്, ഇപ്പൊ മിക്കവാറും മന്ത്സ് ആണ് പറയുന്നത്, 28 months കൊണ്ട് നിങ്ങൾ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അത് കംപ്ലീഷൻ വർക്ക് അത് ആ സ്റ്റിപ്പുലേറ്റഡ് ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്തുമാത്രം വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് ആണ് to assess the requirement of tools and equipments. ചിലപ്പോൾ നമുക്ക് എന്താണ് എസ്റ്റിമേറ്റ് എന്താണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ടൂൾസും എക്യുപ്മെന്റ്സും. അപ്പോൾ ചില കേസിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, മെഷീൻ കോൺക്രീറ്റ് അല്ലെങ്കിൽ റെഡി മിക്സ് കോൺക്രീറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതിനുള്ള പോസിബിലിറ്റി അതൊക്കെ വേണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. To fix up the completion period, and last one to invite ടെൻഡേഴ്സ്. അപ്പൊ ടെൻഡേഴ്സ് ഇൻവൈറ്റ് ചെയ്യാനും നമുക്ക് എന്ത് വേണം, എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. ഇനി നെക്സ്റ്റ് ഡേറ്റ ഫോർ എസ്റ്റിമേറ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് ഓപ്ഷനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ഡേറ്റാസ് കയ്യിലുണ്ടാകണം. അപ്പോൾ ഓപ്ഷൻ 1 ഡ്രോയിങ്സ്, ഓപ്ഷൻ 2 സ്പെസിഫിക്കേഷൻ, ഓപ്ഷൻ 3 റേറ്റ്സ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബിൽഡിങ്ങിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഡ്രോയിങ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ എല്ലാ കാര്യങ്ങളും വരുന്നതാണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്പെസിഫിക്കേഷൻ, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഉണ്ടാകണം, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ. ആൻഡ് ലാസ്റ്റ് വൺ റേറ്റ്, റേറ്റ്സും ഉണ്ടാകണം. ഓരോ ഐറ്റത്തിന്റെയും റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ് ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് 6 ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ് ആണ് ഉള്ളത്. അതായത് ഫസ്റ്റ് വൺ ആണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഓർ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഓർ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. പ്രിലിമിനറി, അപ്രോക്സിമേറ്റ് ഓർ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. പേര് പോലെ തന്നെ എന്താണ്, നമുക്കൊരു റഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ പ്രിലിമിനറി എസ്റ്റിമേറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. ഈ സെക്കൻഡ് പറയുന്നതാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓർ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓർ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റിനകത്ത് നമുക്ക് ഓരോ ഐറ്റത്തിന്റെയും ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ നേരത്തെ പറഞ്ഞു, നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ, ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചറിന്റെ ഫൗണ്ടേഷൻ കൺസ്ട്രക്ഷന് എത്ര രൂപയായി, ഇനി അത് കണക്ക് തന്നെ അതിനു മുന്നേ നമുക്ക് ആ ഗ്രൗണ്ട് ലെവൽ ചെയ്യണമെങ്കിൽ, അപ്പോൾ മിക്കവാറും നമ്മുടെ ഗ്രൗണ്ട് എപ്പോഴും എന്താണ് ഒരു ഫ്ലാറ്റ് സർഫസ് ആയിരിക്കണമെന്നില്ല. ഗ്രൗണ്ട് ലെവൽ ചെയ്യാനും ട്രീസ് കട്ട് ചെയ്യാനും കട്ട് ഡൗൺ ചെയ്യാനും എത്ര രൂപയായി, ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര രൂപയായി, ഈ ഫൗണ്ടേഷന്റെ മുകളിൽ ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കാൻ എത്ര രൂപയായി, മേസണറി ബ്രിക്ക് മേസണറി വർക്കിന് എത്ര രൂപയായി. അങ്ങനെ ഒരു ബിൽഡിങ്ങിനകത്തുള്ള ഓരോ കോമ്പോണൻസിന്റെയും ഇൻഡിവിജ്വൽ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓർ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്. അപ്പോൾ അവസാനം പ്ലാസ്റ്ററിങ്ങും അത് കഴിഞ്ഞ് പെയിന്റിങ് വർക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഈ തേർഡ് വൺ ആണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്.
പിന്നെ സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്, സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റെനൻസ് എസ്റ്റിമേറ്റ്. നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ അത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കാൻ എന്താണ്, ജസ്റ്റ് ഒരു റഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. So to decide the financial position and policy for administrative sanction by the competent authority. ഇനി ചിലപ്പോൾ നമുക്ക് ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, to decide the financial position which type of estimate is usually preferred. അപ്പോൾ ഫസ്റ്റ് വൺ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ് അങ്ങനെ ചോദിക്കാം. അപ്പോൾ ടു ഡിസൈഡ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ ഏത് ടൈപ്പ് എസ്റ്റിമേറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഓർ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഓർ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ 3 പേരും പഠിക്കണം. അപ്പൊ നമുക്ക് എക്സാം ഹാളിൽ ചെന്നിരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഏത് പേരാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല. ആ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് പ്രിലിമിനറി എസ്റ്റിമേറ്റ് തന്നെയാണോ, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് തന്നെയാണോ, റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ പഠിക്കുമ്പോൾ തറവായിട്ട് തന്നെ പഠിക്കും. ഈ എസ്റ്റിമേറ്റും ഒന്നാണ്. മെയിൻ എന്താണ്, ടു ഡിസൈഡ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. അത് കണക്ക് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അതോടെ അത് മെയിൻ ആയിട്ട് പറയുന്നത് ടു ഡിസൈഡ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിലിമിനറി എസ്റ്റിമേറ്റ്സ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിലിമിനറി എസ്റ്റിമേറ്റ്. അപ്പൊ അതിനകത്ത് പ്ലിന്ത് ഏരിയ ബേസിസ്, ക്യൂബിക് കണ്ടന്റ് ബേസിസ്, അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എസ്റ്റിമേറ്റ്, പെർ യൂണിറ്റ് ബേസിസ് മെത്തേഡ്. അപ്പോൾ ഈ 4 ടൈപ്പ് പ്രിലിമിനറി എസ്റ്റിമേറ്റ്സ് ഉണ്ട്. ഇനി അതിനകത്ത് നമുക്ക് ഏറ്റവും ലീസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ എമംഗ് ഓൾ ദ ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ഏറ്റവും ലീസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് പറയുന്ന എസ്റ്റിമേറ്റ് ആണ് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്. അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ലീസ്റ്റ് ആക്യുറേറ്റ് ഉള്ള എസ്റ്റിമേറ്റ് ആണ് പ്ലിന്ത് ഏരിയ ബേസിലുള്ള എസ്റ്റിമേറ്റ്. നമുക്ക് പ്ലിന്ത് ഏരിയ ബേസിൽ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബിൽഡിങ്ങിന്റെ പ്ലിന്ത് ഏരിയ വെച്ചിട്ടാണ് എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്ലിന്ത് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് വാല്യൂ, ഒരു പ്ലിന്ത് ഏരിയ, അപ്പോൾ മീറ്റർ സ്ക്വയറിലായി വാല്യൂ കിട്ടുന്നത്. അപ്പോൾ 1 മീറ്റർ സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള റേറ്റ് അറിയാമെങ്കിൽ ടോട്ടൽ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പ്ലിന്ത് ഏരിയ ബേസിസിലുള്ള കാൽക്കുലേഷൻ, എസ്റ്റിമേഷന്റെ കാൽക്കുലേഷൻ. ഈ നെക്സ്റ്റ് പറയുന്നതാണ് ക്യൂബിക് കണ്ടന്റ് ബേസിസ്. ക്യൂബിക് കണ്ടന്റ് ബേസിൽ നമ്മൾ ബിൽഡിങ്ങിന്റെ വോളിയം വെച്ചിട്ടാണ് എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബിൽഡിങ്ങിന്റെ വോളിയം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ബിൽഡിങ്ങിന്റെ ഏരിയ എടുക്കും. നമുക്ക് തന്നെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻ. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ ബിൽഡിങ്ങിന്റെ എന്ത്, ബിൽഡിങ്ങിന്റെ വോളിയം കിട്ടും. ആ വോളിയം വെച്ചിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്ലിന്ത് ഏരിയക്കകത്ത് ഏരിയ മാത്രമേ കൺസിഡർ ചെയ്യൂ. ക്യൂബിക് കണ്ടന്റ് ബേസിൽ എന്താ ബിൽഡിങ്ങിന്റെ വോളിയം ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ 2 മെത്തേഡിൽ ഏതായിരിക്കും ആക്യുറേറ്റ്? പ്ലിന്ത് ഏരിയ മെത്തേഡും ക്യൂബിക് കണ്ടന്റ് ബേസിസ് മെത്തേഡും പറയുകയാണെങ്കിൽ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഏതായിരിക്കും? പ്ലിന്ത് ഏരിയ മെത്തേഡും ക്യൂബിക് കണ്ടന്റ് ബേസിസിൽ മെത്തേഡും കമ്പയർ ചെയ്യുമ്പോൾ ആക്യുറേറ്റ് മെത്തേഡ് എന്തായിരിക്കും? ക്യൂബിക് കണ്ടന്റ് ആണോ സർ? കണ്ടന്റ് ആണ്. ബിക്കോസ് നമ്മൾ എന്താണ് ബിൽഡിംഗ് വെച്ചിട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ക്യൂബിക് കണ്ടന്റ് ആണ്. കണ്ടന്റ് ആണ് നമുക്ക് കുറച്ചും കൂടി ആക്യുറസി കൂടുതൽ. നിങ്ങൾക്ക് ഈ 2 തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ പ്രോബ്ലം ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിക്കേ. നമുക്ക് ഇത്രയും വലിയ ലെങ്തി ആയിട്ട് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുമെന്ന് അറിയില്ല, വേണമെങ്കിൽ ചെറിയ ടൈപ്പ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫോമിൽ കണ്ടു കഴിയും പലപ്പോഴും അത് പലരും വായിച്ചു നോക്കത്തില്ല. വായിച്ചു നോക്കാതെ സ്കിപ്പ് ചെയ്ത് കളയും PSC എക്സാമിന്. നമുക്ക് വലിയ പാട ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇതിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഒരു പാരഗ്രാഫ് ഒക്കെ പോലെ ഒന്ന് ചോദിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എ പേഴ്സൺ കൺസ്ട്രക്ട് എ ബിൽഡിംഗ് of plinth area
A person, ഒരു minute. A person constructs a building of plinth area equal to 100 square meter on a plot of in certain locality at a cost of rupees 95,000. അപ്പോ എന്താണ്, നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിംഗ് എത്രയാണ്? 100 സ്ക്വയർ മീറ്റർ ആണ് ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിനെ 100 സ്ക്വയർ മീറ്റർ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എടുത്ത കോസ്റ്റ് ആണ് rupees 95,000. ഇനി ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് പറയുന്നുണ്ട്. ദ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ഫ്രം ഗ്രൗണ്ട് ലെവൽ ടു ദ ടോപ്പ് ഓഫ് ദ റൂഫ് ഈസ് 3.5 meter and a parapet wall of height equal to 80 centimeters constructed on terrace. ഈ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് നമുക്ക് ക്യൂബിക് കണ്ടന്റ് ബേസിൽ കൺസിഡർ ചെയ്യാൻ മതി, അല്ലാത്ത പ്ലിന്ത് ഏരിയ മാത്രം എടുത്താൽ മതി. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓഫ് സിമിലർ ബിൽഡിംഗ് ഓഫ് പ്ലിന്ത് ഏരിയ ഈക്വൽ ടു 135 സ്ക്വയർ മീറ്റർ. Determine the cost of a similar building of plinth area equal to 135 square meter to be constructed in the same locality by plinth area rate and also by volume rate. അപ്പോ നമുക്ക് എന്താണ്, എന്താ പറയൂ സർ? കാണുന്നില്ല, പിപിടി കാണുന്നില്ല. പ്രസന്റേഷൻ ബാക്കി എല്ലാവർക്കും അറിയില്ല. കാണുന്നുണ്ട്, പിപിടി കാണാം. ആണോ? എങ്കിൽ എന്റെ നെറ്റിന്റെ പ്രശ്നമായിരിക്കും, എനിക്ക് കാണുന്നില്ല. ഒന്ന് കയറി നോക്കിക്കേ. എന്താ സർ? ആപ്പ് ഒന്ന് എക്സിറ്റ് ആക്കിയിട്ടെ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് കയറി നോക്കിക്കേ. കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി കയറി നോക്കിക്കേ. ഇപ്പൊ കാണാം സർ. അപ്പൊ നെറ്റ് ചെറുതായിട്ട് ബഫർ ചെയ്തപ്പോ സ്ലോ ആയപ്പോ കട്ടായതായിരിക്കും. ഓക്കെ. അപ്പോഴേ ഈ ക്വസ്റ്റിനകത്ത് പറയുന്നത് എന്താണ്, 100 സ്ക്വയർ മീറ്റർ ഉള്ള 100 സ്ക്വയർ മീറ്റർ ഉള്ള ബിൽഡിംഗ് കൺസ്ട്രക്ട് നമുക്ക് എത്ര രൂപയായി? 95,000 rupees ആയി. അപ്പൊ ഒരു സ്ക്വയർ മീറ്റർ കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര രൂപ വരും? 100 സ്ക്വയർ മീറ്റർ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് എത്ര കോസ്റ്റ് വന്നേ? 100 സ്ക്വയർ മീറ്റർ കൺസ്ട്രക്ട് ചെയ്യാൻ rupees 95,000 ആ വന്നേ. അപ്പൊ ഒരു സ്ക്വയർ മീറ്റർ കൺസ്ട്രക്ട് ചെയ്യാൻ 95,000 by 100. 95,000 by 100 അപ്പൊ എത്ര? 95 rupees. Sorry, 950 rupees. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്ലോട്ടിന്റെ ഏരിയ എത്രയാ പറയുന്നത്? 135 ആണ്. അപ്പൊ എന്ത് ചെയ്യാ? 950 into 135 ചെയ്യാം. അപ്പൊ ഒരു സ്ക്വയർ മീറ്റർ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് എത്ര രൂപയാവും? 950 rupees ആവും. 950 rupees. അപ്പൊ 135 സ്ക്വയർ മീറ്റർ ഉള്ള ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ എത്രയാവും? 135 into 950. That is equal to 1,28,250 rupees. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ സർ. ഇനി നമുക്ക് അടുത്ത ക്യൂബിക് കണ്ടന്റ് ബേസിലും കാൽക്കുലേറ്റ് ചെയ്യണം. ക്യൂബിക് കണ്ടന്റിലാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ബിൽഡിങ്ങിന്റെ ഹൈറ്റും കൂടി കൺസിഡർ ചെയ്യണം. ഇനി ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കൺസിഡർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഹൈറ്റ് ഫ്രം ഗ്രൗണ്ട് ലെവൽ ടു ദ ടോപ്പ് ഓഫ് ദ റൂഫ്. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഫ്രം ഗ്രൗണ്ട് ലെവൽ ടു ടോപ്പ് ഓഫ് ദ റൂഫ് അത് എത്രയാണ്? 3.5 meter. പിന്നെ നമുക്കറിയാം, നമുക്ക് ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ എന്തുണ്ടാവും? പാരപ്പറ്റ് ഉണ്ടാവും. അതേ കണക്ക് ചിലപ്പോൾ എന്തുണ്ടാവും? സ്ലോപ്പിംഗ് റൂഫ് ഉണ്ടാവും.
ഇപ്പോൾ ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ പാരപ്പറ്റിന്റെ ഹൈറ്റിന്റെ പകുതി. ഇപ്പൊ പാരപ്പറ്റിന്റെ ഹൈറ്റ് എത്രയാണ്? 40 സെന്റിമീറ്റർ. അപ്പൊ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എടുക്കുമ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പാരപ്പറ്റിന്റെ ഹാഫ് വരെയുള്ള ഹൈറ്റ് എടുക്കുക. ഇനി അതേ കണക്ക് തന്നെ സ്ലോപ്ഡ് റൂഫ് ആണെങ്കിൽ അവിടെ പാരപ്പറ്റ് ആയിരിക്കില്ല, എന്താണ് സ്ലോപ്ഡ് റൂഫ് ആണ് ഉണ്ടാകുന്നത്. ആ സ്ലോപ്ഡ് റൂഫിന്റെ ഹൈറ്റിന്റെ ഹാഫ് എടുക്കുക. മനസ്സിലായോ? ഗ്രൗണ്ട് ലെവൽ മുതൽ ഫ്ലാറ്റ് റൂഫ് ആണുള്ളതെങ്കിൽ ഗ്രൗണ്ട് ലെവൽ മുതൽ പാരപ്പറ്റിന്റെ ഹാഫ് വരെയുള്ള ഹൈറ്റ് എടുക്കുക. ഇനി എന്താണ് സ്ലോപ്ഡ് റൂഫ് ആണുള്ളതെങ്കിൽ ഗ്രൗണ്ട് ലെവൽ മുതൽ സ്ലോപ്ഡ് റൂഫിന്റെ ഹാഫ് ഹൈറ്റ് വരെയുള്ള ഹൈറ്റ് കൺസിഡർ ചെയ്യാം. ഞാൻ വരച്ച് കാണിക്കാം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. ഇപ്പൊ ഇതൊരു സ്ലോപ്ഡ് റൂഫാണ്. അപ്പോ ഗ്രൗണ്ടിൽ നമ്മൾ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് പറയുമ്പോൾ എന്താണ് ഈ സ്ലോപ്ഡ് ഉണ്ട്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എന്താണ്ടേ സ്ലോപ്ഡ് റൂഫിന്റെ ഹൈറ്റിന്റെ പകുതി, ഈ ഹൈറ്റ് ആണ് നമ്മൾ ഹൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ. ഈ ഫ്ലാറ്റ് റൂഫ് ആണ് എടുക്കുന്നതെങ്കിലോ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പാരപ്പറ്റിന്റെ ഹൈറ്റിന്റെ പകുതിയാണ് നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം? ബിൽഡിങ്ങിന്റെ വോളിയം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന്റെ വോളിയം കണ്ടുപിടിക്കാൻ എന്തുണ്ട്? നമുക്ക് ഏരിയ തന്നിട്ടുണ്ട് 100. ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 3.5 മീറ്റർ റൂഫ് മുതൽ ഗ്രൗണ്ട് ലെവൽ മുതൽ റൂഫ് 3.5ഉം അതിന്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? പാരപ്പറ്റിന്റെ ഹൈറ്റിന്റെ പകുതി 40 സെന്റിമീറ്റേഴ്സ്. അപ്പൊ 3.5 മീറ്റർ പ്ലസ് 40 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര വരും? 3.9 മീറ്റേഴ്സ്. അപ്പോൾ 100 into 3.9 ആണ് നമ്മുടെ ഇപ്പൊ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന്റെ വോളിയം. 100 into 3.9. അപ്പോൾ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റ് എത്ര ആയിരുന്നു? ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റ് 95,000 rupees ആയിരുന്നു. 95,000 rupees. ഇവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഒരു എം ക്യൂബിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുക. അതാണ്ട് ക്യൂബിക് വോളിയം ഓഫ് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഇസ് ഈക്വൽ ടു 390. അപ്പോൾ 3.5 പ്ലസ് 0.8 ഡിവൈഡഡ് ബൈ 2 into 100 ചെയ്യുമ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന്റെ വോളിയം കിട്ടിയത് 390 മീറ്റർ ക്യൂബ്. 390 മീറ്റർ ക്യൂബ്. ഇനി ഒരു എം ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര രൂപയായി? 95,000 rupees ആണ് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന്റെ കോസ്റ്റ്. അപ്പോൾ 95,000 ഡിവൈഡഡ് ബൈ 390 that is equal to 243.59. അപ്പോൾ വോളിയം ഓഫ് സിമിലർ ബിൽഡിംഗ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബിൽഡിങ്ങിന്റെ വോളിയം എത്രയായിരുന്നു? നമുക്ക് വോളിയം അറിയത്തില്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ട ബിൽഡിങ്ങിന്റെ ഏരിയ നമുക്കറിയാം, 135 സ്ക്വയർ മീറ്റർ. അപ്പൊ ആ 135 സ്ക്വയർ മീറ്റർ ആണ് ഏരിയ. അതിനെ എന്ത് ചെയ്യുക? ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴെന്ത് കിട്ടും? വോളിയം കിട്ടും. 135 into ഹൈറ്റ് 3.5 പ്ലസ് 0.8 by 2. അപ്പോൾ 526.6 എം ക്യൂബ് വോളിയം ഉള്ള ബിൽഡിങ്ങിന്റെ ആണ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പൊ കോസ്റ്റ് ഓഫ് സിമിലർ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? 526.6 into നമ്മുടെ ഒരു എം ക്യൂബിന്റെ റേറ്റ് കണ്ടുപിടിച്ചു 243.59. 526.6 ഇവിടെ ഒരു 526.6 ഉണ്ട്. into 243.59 is equal to 1,28,250.13. അപ്പൊ നേരത്തെ ചെയ്തെന്താണ്? 1,28,250 എന്നുള്ള വാല്യൂ ആണ് കിട്ടിയത്. ഇവിടെ 1,28,250.13. കുറച്ചും കൂടി ആക്യുറേറ്റ് ലെവലിൽ നമുക്ക് ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. ഇനി അതേ കണക്കിന് നോക്കേണ്ടത്, നമ്മൾ എസ്റ്റിമേറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 പ്ലേസ് മാത്രമേ ഇടാറുള്ളൂ, അതിൽ കൂടുതൽ ഇടാറില്ല. അതേ കണക്ക് തന്നെ അങ്ങനെ ഡെസിമൽ പ്ലേസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? പോയിന്റ് കഴിഞ്ഞിട്ട് 00 എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത് മനസ്സിലായോ? ക്യൂബിക് കണ്ടന്റും വോളിയവും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഓക്കെ സർ. ഓക്കെ.
നെക്സ്റ്റ് പറയുന്നതാണ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എസ്റ്റിമേറ്റ്. ഇവിടെ നമ്മൾ ഇതും ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ്. ഇവിടെ നമ്മൾ റണ്ണിങ് മീറ്റേഴ്സിലാണ് എന്ത് പറയുന്നത് estimates പറയുന്നത്. The total length of wall is found in running meters and the total length multiplied by rate per running meter. ഇവിടെ നമ്മൾ റണ്ണിങ് മീറ്റേഴ്സിലാണ് പറയുന്നത്. അപ്പോൾ ലെങ്ത് വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 10 മീറ്റർ നീളമുള്ള ഒരു വോള് കൺസ്ട്രക്ട് ചെയ്യണം. 10 മീറ്റർ നീളമുള്ള വോള്. അപ്പോൾ 1 മീറ്ററിന്റെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഇത്ര രൂപയാണെങ്കിൽ 10 മീറ്ററിന്റെ എത്ര വരും, അങ്ങനെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ കോമ്പൗണ്ട് വാള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി ഇത് ചെയ്യുമ്പോൾ നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബിൽഡിങ്ങിനെ 2 പാർട്ടാക്കുന്ന കണക്ക് തന്നെ സൂപ്പർ സ്ട്രക്ചറും സബ് സ്ട്രക്ചർ. ഇപ്പൊ ഫൗണ്ടേഷൻ ഇൻക്ലൂഡിങ് പ്ലിന്ത് നമ്മൾ ഒരു എസ്റ്റിമേറ്റ് എടുക്കും, പിന്നെ അതിന്റെ മുകളിലുള്ള പോർഷൻ അടുത്തൊരു എസ്റ്റിമേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡിന് നമ്മൾ ഫൗണ്ടേഷൻ ഇൻക്ലൂഡിങ് പ്ലിന്ത് ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് എടുക്കും, സൂപ്പർ സ്ട്രക്ചർ അടുത്ത എസ്റ്റിമേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് ഇവിടെ നമ്മൾ എങ്ങനെയാണ് റണ്ണിങ് മീറ്റേഴ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി പെർ യൂണിറ്റ് ബേസിസ്. ഈ പെർ യൂണിറ്റ് ബേസിസും ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഇത് പെർ യൂണിറ്റ് ബേസിസ് നമ്മൾ യൂഷ്വലി എടുക്കുന്നത് സ്കൂളും ഹോസ്പിറ്റലും സിനിമ തിയേറ്റേഴ്സ് ഒക്കെയാണ്. അവിടെ നമ്മൾ പെർ ക്ലാസ് റൂം ഫോർ സ്കൂൾ, പെർ ബെഡ് ഫോർ ഹോസ്പിറ്റൽ. ഇപ്പോ നമ്മളൊരു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ഡിസൈൻ ചെയ്യുന്നത് അവിടെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് പെർ ബെഡിനായിരിക്കും. ഇപ്പൊ 150 ബെഡിനുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അത് കണക്ക് തന്നെ ഇത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള സിനിമ ഹാൾ, അപ്പോൾ ഒരു സീറ്റ് ഉള്ള സിനിമ ഹാൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഇത്ര രൂപയാണ്. അപ്പോൾ 100 സീറ്റ്സ് ഉള്ള സിനിമ ഹാൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള റേറ്റ് നമ്മൾ പറയും. അങ്ങനെ ഒരു റഫ് എസ്റ്റിമേറ്റ്സ് ആണ് നമ്മളിവിടെ പെർ യൂണിറ്റ് ബേസിസിൽ പറയുന്നത്. പെർ സീറ്റ് ഫോർ സിനിമ തിയേറ്റേഴ്സ്, പെർ സീറ്റ് ഫോർ പെർ ബെഡ് ഫോർ ഹോസ്പിറ്റൽ, പെർ ക്ലാസ് റൂം ഫോർ സ്കൂൾ, അങ്ങനെയാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ 4 മെത്തേഡ്സും? പ്രിലിമിനറി എസ്റ്റിമേറ്റിനകത്ത് വരുന്നത് പ്ലിന്ത് ഏരിയ, ക്യൂബിക് കണ്ടന്റ്, അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ്, പെർ യൂണിറ്റ് ബേസിസ് മെത്തേഡ്. 4 എസ്റ്റിമേറ്റ്സും ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഒരു ബിൽഡിങ്ങിനകത്തുള്ള എല്ലാ പാർട്സും അല്ലെങ്കിൽ എല്ലാ കോമ്പണൻസും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്ത് അതിന്റെ എസ്റ്റിമേറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ടോട്ടലി ആണ്. ഓരോന്നിന്റെയും മെഷർമെന്റ് നമ്മൾ എടുക്കും. ഇപ്പോൾ ബ്രിക്ക് വർക്കിന്റെ മെഷർമെന്റ്, അതേ കണക്ക് തന്നെ കോൺക്രീറ്റിന്റെ മെഷർമെന്റ്, എത്ര ക്വാണ്ടിറ്റി സ്റ്റീൽ ഉണ്ട്, സ്റ്റീലിന്റെ മെഷർമെന്റ്സ്, ഇതെല്ലാം എടുത്തിട്ട് അത് ടോട്ടൽ ചെയ്തെടുത്താണ് നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് മെഷർമെന്റ്സ് എടുക്കുന്നത്. മെഷർമെന്റ്സ് എടുക്കുന്നത് നേരത്തെ ഞാൻ ബ്രിക്ക് വർക്കിന്റെ മെഷർമെന്റ് എടുത്തത് കാണിച്ചു തന്നില്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡീറ്റെയിൽസ് ഓഫ് മെഷർമെന്റ് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ്. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ടാബുലർ കോളം ഉണ്ട്, അതിനെയാണ് നമ്മൾ മെഷർമെന്റ് ഫോം എന്ന് പറയുന്നത്. അതാണ്ടേ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് മെഷർമെന്റ് ഫോം. അപ്പോൾ മെഷർമെന്റ് ഫോമിനകത്ത് ഫസ്റ്റ് കോളം എന്താണ്? ഐറ്റം നമ്പർ 1. ഇപ്പോൾ ഡിസ്ക്രിപ്ഷനകത്ത് നമുക്കിപ്പോൾ ബ്രിക്ക് വർക്ക് ആണെങ്കിൽ ഇവിടെ ബ്രിക്ക് വർക്ക് കൊടുക്കും. ഇനി എന്താണ്? നമുക്ക് ഒരു ബോൾ തിക്നെസ് ഉള്ള ബ്രിക്ക് വർക്ക് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്താ 1 എന്നും പറഞ്ഞു കൊടുക്കാം. ഇനി അതിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് ലെങ്ത്, സെക്കൻഡ് ബ്രെഡ്ത്ത്, തേർഡ് ഹൈറ്റ്. ഇത് 3 നമ്മൾ മെഷർ ചെയ്യുന്ന എന്തിലാണ്? മീറ്റേഴ്സിലാണ്. ഈ ക്വാണ്ടിറ്റി ആൻഡ് റിമാർക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് മെഷർമെന്റ് ഫോം പ്രിപ്പയർ ചെയ്യാണ്. മെഷർമെന്റ് ഫോം പ്രിപ്പയർ ചെയ്യാണ്, കാൽക്കുലേറ്റിംഗ് ദ ക്വാണ്ടിറ്റീസ്. ഈ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ഫോം ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, മെഷർമെന്റ് ഫോം. സെക്കൻഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ മെഷർമെന്റ് ഫോമിൽ നമുക്ക് എന്ത് കിട്ടും? ഓരോന്നിന്റെയും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ക്വാണ്ടിറ്റി, യൂണിറ്റ്, റേറ്റ് ആൻഡ് എമൗണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ബ്രിക്ക് വർക്ക് പറഞ്ഞു.
ഇവിടെ ബ്രിക്ക് വർക്ക് പറഞ്ഞില്ലേ, ഇപ്പൊ ബ്രിക്ക് വർക്കിന്റെ ലെങ്ത് നമ്മൾ 1 മീറ്റർ കൊടുത്തു, ബ്രെഡ്ത്ത് 1 മീറ്റർ കൊടുത്തു, ഹൈറ്റ് 1 മീറ്റർ കൊടുത്തു. അപ്പൊ ക്വാണ്ടിറ്റി നമുക്ക് എന്ത് കിട്ടും? 1 മീറ്റർ ക്യൂബ് ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടും. 1 മീറ്റർ ക്യൂബ്. അപ്പോൾ ലെങ്ത് ഓഫ് ബ്രിക്ക് വർക്ക് അസംഷൻ ആണ്, ലെങ്ത് ഓഫ് ബ്രിക്ക് വർക്ക് 1, ബ്രെഡ്ത്ത് ഓഫ് ബ്രിക്ക് വർക്ക് 1, ഹൈറ്റ് ഓഫ് ബ്രിക്ക് വർക്ക് 1. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 1 മീറ്റർ ക്യൂബ്. ഇതാണ് നമ്മുടെ മെഷർമെന്റ് ഫോം. ഇനി അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ ഐറ്റം നമ്പർ 1 ഡിസ്ക്രിപ്ഷൻ എന്തായിരുന്നു? ബ്രിക്ക് വർക്ക്. നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റി എത്രയായി? 1 m ക്യൂബ്. 1 യൂണിറ്റിൽ എന്ത് എഴുതുക? മീറ്റർ ക്യൂബ്. ഇനി ഒരു m ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് റേറ്റ്. ഇപ്പോൾ നമുക്ക് ഒരു m ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഒരു 1000 rupees ആണ് ചെലവാകുന്നതെങ്കിൽ റേറ്റിൽ എന്ത് എഴുതുക? 1000 എഴുതുക. അപ്പോൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ്. Quantity multiplied by rate will give you the amount. Quantity multiplied by rate will give you the amount of each quantity of item. മനസ്സിലായോ? Okay. ഇനി അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റിനകത്ത് നമ്മൾ ഈ റേറ്റിന്റെ കോളം ബ്ലാങ്ക് ആയിട്ട് ഇടുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി. ഇത് PSC എക്സാമിനൊക്കെ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് the column of rates and amount are left blank to be filled by the contract. It is known as bill of quantities. അപ്പോൾ റേറ്റ് ബ്ലാങ്ക് ആണെങ്കിൽ എന്താണ്? ഒബ്വിയസ്ലി എമൗണ്ടും ബ്ലാങ്ക് ആണ്. അപ്പോൾ റേറ്റും എമൗണ്ടും ബ്ലാങ്ക് ആയിട്ടുള്ള അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റിന് പറയുന്ന പേരാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. ഇപ്പൊ നമ്മൾ ടെൻഡർ ഒക്കെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോ കേരള PWD ഒക്കെ അത് കണക്കിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എന്ത് ചെയ്യും? ടെൻഡേഴ്സ് ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യാൻ നേരത്തെ ഈ അബ്സ്ട്രാക്ട് ആണ് അവർ പരസ്യം ചെയ്യുന്നത്. അബ്സ്ട്രാക്ടിനകത്ത് ഐറ്റം നമ്പറും ഡിസ്ക്രിപ്ഷനും ക്വാണ്ടിറ്റിയും യൂണിറ്റും ഉണ്ടാവും. അതിനകത്ത് റേറ്റും എമൗണ്ടും ഫില്ല് ചെയ്ത് കോൺട്രാക്ടർ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഏറ്റവും ലീസ്റ്റ് ആരാണോ കോട്ട് ചെയ്യുന്നത് അവർക്കായിരിക്കും ആ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്. അപ്പൊ അതാണ് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ്. അതിനകത്ത് ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ റേറ്റും എമൗണ്ടും ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. റേറ്റ് ആൻഡ് എമൗണ്ട് കോളം ആർ ലെഫ്റ്റ് ബ്ലാങ്ക്. അപ്പൊ അങ്ങനെയുള്ള അബ്സ്ട്രാക്ടിന് പറയുന്നതാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഓപ്ഷനകത്തൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഈസ് അക്കംപനീഡ് വിത്ത്. ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് നമുക്ക് പറഞ്ഞ 2 ഫോംസ് ഉണ്ട്, മെഷർമെന്റ് ഫോമും അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ്. ഇതുള്ളതാണ്. ഇതിന്റെ കൂടെ നമുക്ക് കുറെ കാര്യങ്ങളും കൂടി വേണം. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പറയുന്നതാണ് റിപ്പോർട്ട്. സെക്കൻഡ് പറയുന്നത് ജനറൽ സ്പെസിഫിക്കേഷൻസ്, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ്. ഫോർത്ത് പറയുന്നതാണ് ഡ്രോയിങ്സ്. ഫിഫ്ത്ത് വൺ കാൽക്കുലേഷൻ ആൻഡ് ഡിസൈൻ. ആൻഡ് സിക്സ്ത് വൺ അനാലിസിസ് ഓഫ് റേറ്റ്സ്. അപ്പോൾ ഈ 6 പോയിന്റ്സും ഓർത്തിരിക്കുക. ഇപ്പോൾ ഓപ്ഷനകത്ത് ഇതിനകത്ത് ഉള്ള സാധനങ്ങളും ഒരെണ്ണം ഇല്ലാത്തതും കൂടി ചോദിക്കാം. ചിലപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളായിരിക്കും ഓപ്ഷനായിട്ട് തരുന്നത്. അപ്പോൾ ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഈസ് അക്കംപനീഡ് വിത്ത് റിപ്പോർട്ട്. Second one general specification, third one detailed specification, fourth one drawings, fifth one calculation and design, and sixth one analysis of rates. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്നത്? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും പ്രിലിമിനറി എസ്റ്റിമേറ്റും എല്ലാവർക്കും ക്ലിയർ ആയോ? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും പ്രിലിമിനറി എസ്റ്റിമേറ്റും. Okay, sir. Okay. ഇനി നമ്മൾ അടുത്ത എസ്റ്റിമേറ്റ് പറയുന്നതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്തു, അത് നമുക്ക് ചില കേസിൽ റിവിഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ റിവിഷൻ ചെയ്യുന്നത് മൂന്ന് കണ്ടീഷൻസ് വരുമ്പോഴാണ് റിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യുന്ന 3 കണ്ടീഷൻസ് ഏതെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് when the original sanctioned estimate exceeded or likely to exceed more than 5%. Original sanctioned estimate exceeded or likely to exceed more than 5%.
ഇത് മോർ ദാൻ 5% തന്നെ പഠിക്കണം എന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സിൽ മോർ ദാൻ 5%, ലെസ് ദാൻ 5%, ബിറ്റ്വീൻ 5 and 10, അങ്ങനെ ഗ്രേറ്റർ ദാൻ 7 അങ്ങനെയൊക്കെ പറഞ്ഞു ചോദിക്കും മൾട്ടിപ്പിൾ ചോയ്സിൽ. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക. ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റ് എക്സീഡഡ് ഓർ ലൈക്ലി ടു എക്സീഡ്, exceeded or likely to exceed, ഈ ടേം ഇതേ കണക്ക് തന്നെ പഠിക്കണം. exceeded or likely to exceed by more than 5%. അതാണ് നമ്മൾ പറയുന്ന ഫസ്റ്റ് കാര്യം. ഇനി സെക്കൻഡ് കണ്ടീഷൻ എപ്പോഴാന്ന് വെച്ചാൽ when the expenditure on a work, ഇപ്പൊ നമുക്കറിയാം ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക് ഉണ്ട്. എർത്ത് വർക്ക്, എക്സ്കവേഷൻ ഒരു വർക്കാണ്, മേസണറി വർക്ക് അടുത്ത വർക്കാണ്, ഫ്ലോറിംഗ് എന്ന് പറഞ്ഞ വർക്കുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ വർക്കിനകത്ത് അതിന്റെ എസ്റ്റിമേറ്റ് എന്താണ്, മോർ ദാൻ 10% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണം. When the expenditure on a work exceeded or likely to exceed the amount of administrative sanction by more than 10%. Expenditure on a work increased by more than 10%, increased or likely to increase more than 10%. അത് കണക്ക് തന്നെ ടോട്ടൽ എസ്റ്റിമേറ്റ് likely to exceed or എന്താണ് exceeded more than 5%. ഇനി ഒരു കാര്യം പറയുന്നത് when there are material deviations from the original proposal. അപ്പോൾ മെറ്റീരിയൽ ഡീവിയേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ നമ്മൾ ഒറിജിനൽ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന നേരത്ത് നമ്മൾ ഡോറും വിൻഡോയും ഒക്കെ വുഡ് വർക്ക് ചെയ്യാമെന്ന് നമ്മൾ ആദ്യം എസ്റ്റിമേറ്റിൽ പ്രിപ്പയർ ചെയ്തു. ഇനി നമ്മൾ പിന്നെ പറയുകയാണ് നമുക്ക് വുഡിന് ഒരുപാട് കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ വുഡ് വർക്ക് നമുക്ക് ആവശ്യമുള്ള വുഡ് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ വുഡിന് പകരം എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൊടുക്കുവാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, മെറ്റീരിയൽ ഡീവിയേഷൻ വന്നു. അങ്ങനെ മെറ്റീരിയൽ ഡീവിയേഷൻസ് വരുവാണെങ്കിലും നമ്മൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണം, ഈവൻ ദോ കോസ്റ്റിനകത്ത് വേരിയേഷൻ ഒന്നും ഇല്ലെങ്കിൽ. മെറ്റീരിയൽ ഡീവിയേഷൻ നമ്മൾ ഒറിജിനൽ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഒറിജിനൽ എസ്റ്റിമേറ്റിനകത്ത് മെറ്റീരിയൽ ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണം, ഈവൻ ദോ ദ കോസ്റ്റ് സീംസ് ടു ബി വെരി സിമിലർ. അവിടെ നമുക്ക് 5%, 10% നോക്കേണ്ട കാര്യമില്ല. മെറ്റീരിയൽ ഡീവിയേഷൻ വന്നാൽ 100% നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു എസ്റ്റിമേറ്റിനെ റിവൈസ് ചെയ്യണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റ് ഈസ് എക്സീഡഡ് ഓർ ലൈക്ലി ടു എക്സീഡ് മോർ ദാൻ 5%. എക്സ്പെൻഡിച്ചർ ഓൺ എ വർക്ക് എക്സീഡഡ്, എക്സ്പെൻഡിച്ചർ ഓൺ എ വർക്ക്, ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയി പോകരുത്. ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റ് എക്സീഡഡ് ഓർ ലൈക്ലി ടു എക്സീഡ് മോർ ദാൻ 5%, അതായത് ടോട്ടൽ എസ്റ്റിമേറ്റ്. പിന്നെ ഒരു പെർട്ടിക്കുലർ വർക്കിനുള്ള എസ്റ്റിമേറ്റ് എക്സീഡഡ് ഓർ ലൈക്ലി ടു എക്സീഡ് മോർ ദാൻ 10%. ലാസ്റ്റ് എന്താണ്, മെറ്റീരിയൽ ഡീവിയേഷൻ. ഞാൻ ഇങ്ങനെ ഇത്ര തവണ പറഞ്ഞത്, ഇത് ചോദിക്കും, എക്സാം ഹോളിൽ ചെല്ലും, തെറ്റിച്ചു വെക്കും, അങ്ങനെ തെറ്റിപ്പോകരുത്. അപ്പോൾ 5%, 10% മെറ്റീരിയൽ ഡീവിയേഷൻ, ആ 3 കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാര്യങ്ങളെ നമുക്ക് നെഗറ്റീവ് വരത്തുള്ളൂ. നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യത്തില്ല, മാർക്കും പോകില്ല. പക്ഷെ അറിയാവുന്ന കാര്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നെഗറ്റീവ് വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോയാൽ നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്. സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തൊക്കെ സബ്മിറ്റ് ചെയ്തു, അപ്രൂവലായി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോ നമ്മൾ ആ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് അവിടെ കോമ്പൗണ്ട് വാളിന്റെ എസ്റ്റിമേറ്റ് എടുത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്ലോട്ടിനകത്ത് ഒരു സൈഡിൽ റീറ്റെയിനിങ് വാളിന്റെ ആവശ്യമുണ്ട്, അതിന്റെ ഒന്നും എസ്റ്റിമേറ്റ് നമ്മൾ എന്ത് ചെയ്തില്ല, നേരത്തെ കൊടുത്തില്ല. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു, നമ്മളൊരു അഡീഷണൽ എസ്റ്റിമേറ്റ് കൊടുക്കുകയാണ്. അതിനെയാണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. A fresh detailed estimate of the additional work in addition to the original estimate. അപ്പോൾ supplementary estimate ആണ് is a fresh detailed estimate of the additional work in addition to the original estimate is known as supplementary estimate. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ സപ്ലിമെന്ററി എസ്റ്റിമേറ്റും സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റും ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. അപ്പോൾ സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്താ ചെയ്യുന്നത്, നമുക്ക് എന്തെങ്കിലും ഒറിജിനൽ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ അതിനകത്ത് വിട്ടുപോയ കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു പുതിയ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ്, എന്താണ്, അഡീഷണൽ വർക്ക്സിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പുതിയൊരു എസ്റ്റിമേറ്റ് ആണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്. സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല.
When a work is partially abandoned and the estimate cost of the remaining work is less than 95% of the original work. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് വർക്ക് എടുക്കുന്നത്. അപ്പൊ നമുക്ക് PSC എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ ഈ ഫസ്റ്റ് ലൈനാണ് പലപ്പോഴും ചോദിക്കുന്നത്. When a work is partially abandoned and the estimated cost of the remaining work is less than 95% of the original work, the estimate prepared is, ഫസ്റ്റ് തന്നെ നമുക്ക് ഓപ്ഷനിൽ വരുന്ന സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്നായിരിക്കും. എല്ലാവരും ആദ്യം കയറി സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് കറുപ്പിക്കുകയും ചെയ്യും. പക്ഷെ സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണ് അതിനുള്ള ആൻസർ. അത് ഒറിജിനൽ എന്താണ്, ഒരു വർക്ക് പാർഷ്യലി അബാൻഡൺ ചെയ്തു, കംപ്ലീറ്റ് ചെയ്യില്ല, പാർഷ്യലി അബാൻഡൺ ചെയ്തു, റിമൈനിങ് വർക്ക് ചെയ്യാനായിട്ട് എന്താണ് ഒറിജിനൽ വർക്കിന്റെ 95% കോസ്റ്റിനും താഴെ ആ എമൗണ്ട് വരുന്നുള്ളൂ. ആ ഒരു കേസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റ് ആണ് സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് ഈ ഫസ്റ്റ് ലൈനാണ് ക്വസ്റ്റിനകത്ത് വരുന്നത് മിക്കപ്പോഴും. When a work is partially abandoned and the estimated cost of the remaining work is less than 95% of the original work. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റ് ആണ് സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. സപ്ലിമെന്ററി എസ്റ്റിമേറ്റുമായിട്ട് ഒരു കാരണവശാലും മാറിപ്പോകരുത്. സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്താണ്, പുതിയൊരു എസ്റ്റിമേറ്റ് ആണ്, അഡീഷണൽ വർക്ക്സിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു എസ്റ്റിമേറ്റ് ആണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് എസ്റ്റിമേറ്റ് ആണ് ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഈ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇയർലി റിപ്പയർസ് വരും. ഇയർലി റിപ്പയർ വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സിനകത്ത് റിപ്പയർ വർക്ക് വരും. ഇനി അതേ കണക്ക് നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻസ്, ഇപ്പൊ ഹൈ റൈസ് ബിൽഡിംഗ്സ് ആണെങ്കിൽ നമുക്ക് അവിടെ ഫയർ ഓഡിറ്റും ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സിന്റെ ഒക്കെ ആവശ്യമുണ്ട്. ഇതിനെന്താണ്, ഓരോ 6 മാസം കഴിയുമ്പോഴും അതിനകത്ത് നമ്മൾ ഫയർ ഓഡിറ്റും ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്കൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ ലിഫ്റ്റോ എക്സ്കലേറ്ററോ ഉണ്ടെങ്കിൽ എന്ത് വേണം, അതിന് എന്താണ്, അതിനും മെയിൻ്റനൻസ് വർക്ക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിന് പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റ് ആണ് ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റും സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോണം. പിന്നെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റിനകത്ത് ഈ പറഞ്ഞ 3 പോയിന്റ്സ് ആണ് ഇമ്പോർട്ടന്റ്. ഒറിജിനൽ സാങ്ഷൻ എസ്റ്റിമേറ്റ് exceed or likely to exceed more than 5%. When the expenditure on a work exceeded or likely to exceed the amount of administrative sanction by more than 10%, and material deviations. പിന്നെ ഇത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് അക്കമ്പനി ചെയ്യുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്, അതും ഓപ്ഷനകത്ത് എന്തെങ്കിലും ഒരു സാധനം മാറ്റി തന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ പ്രിലിമിനറി എസ്റ്റിമേറ്റിനകത്ത് പ്ലിന്ത് ഏരിയ മെത്തേഡ്, വോളിയം, പ്ലിന്ത് ഏരിയ ബേസിസിൽ വോളിയത്തിൽ അതിന് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി, അതേ കണക്ക് തന്നെ പെർ യൂണിറ്റ് ബേസിസ് മെത്തേഡ്. പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ പെർ ക്ലാസ് റൂം ഫോർ സ്റ്റുഡൻസ്, പെർ ബെഡ് ഫോർ ഹോസ്പിറ്റൽസ്, അപ്പോൾ പെർ സീറ്റ് ഫോർ സിനിമ ഹാൾസ്, അതൊക്കെ ഒരു റഫ് എസ്റ്റിമേറ്റ്, റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ പറഞ്ഞതിനകത്തൊക്കെ മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കാറുണ്ട് PSCക്കകത്ത്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം, ഇതിനകത്ത് ഒരു PSC ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ കേട്ടോ. ബാക്കി രണ്ടുപേരും കൂടെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യായിരുന്നു. ഓക്കെ ആണ് സർ. നിങ്ങൾ രണ്ടുപേരേ ഉള്ളല്ലേ ഇപ്പോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് എ വർക്ക്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ്, ഇതിന്റെ മെഷർമെന്റിന്റെ യൂണിറ്റ്സ് ആണ് ഇമ്പോർട്ടന്റ്. നമുക്കിത് യൂണിറ്റ്സ് ആണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് നമ്മൾ എർത്ത് വർക്ക് ആണ്. അപ്പോൾ എർത്ത് വർക്കിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ മെഷറിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് ആണ്. അതായത് ലെങ്ത് ഓഫ് എക്സ്കവേഷൻ ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് എക്സ്കവേഷൻ ഇൻറ്റു ഡെപ്ത് ഓഫ് എക്സ്കവേഷൻ. അപ്പോൾ മെഷറിംഗ് യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. ഈ പേയ്മെന്റ് യൂണിറ്റ് എന്നും പറഞ്ഞ യൂണിറ്റും കൂടി നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. അപ്പൊ എക്സാമിന്
മെഷറിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നോക്കിയാൽ കാണാം, ചിലപ്പോൾ മെഷറിംഗ് യൂണിറ്റ് എന്ന് ചോദിക്കും, ചിലപ്പോൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട യൂണിറ്റ് ഈ പേയ്മെന്റ് യൂണിറ്റ് ആണ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ്. അപ്പോൾ പേയ്മെന്റ് യൂണിറ്റ് നമ്മൾ പറയുന്നത് എത്രയിലാണ്? 10 മീറ്റർ ക്യൂബിലാണ് പേയ്മെന്റ് യൂണിറ്റ് ഓർ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എർത്ത് വർക്ക് എക്സ്കവേഷൻ. ഈ അതിന്റെ മെഷറിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബിലാണ്. ഇനി നെക്സ്റ്റ് കോൺക്രീറ്റ്. അപ്പോൾ കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. അപ്പോൾ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നതും ഇത് കണക്കന്നെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആണെങ്കിൽ മെഷറിംഗ് യൂണിറ്റും പേയ്മെന്റ് യൂണിറ്റും രണ്ടും ഒന്നാണ്. മെഷറിംഗ് യൂണിറ്റും പേയ്മെന്റ് യൂണിറ്റ് ഓർ സ്റ്റാൻഡേർഡ് യൂണിറ്റും രണ്ടും മീറ്റർ ക്യൂബിലാണ് വരുന്നത്. ഇനി റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആണെങ്കിൽ വ്യത്യാസമുണ്ട്. മെഷറിംഗ് യൂണിറ്റ് മീറ്റർ ക്യൂബിലും പേയ്മെന്റ് യൂണിറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വരുന്നത് 10 ക്യൂബിക് ഡെസിമീറ്ററിലും ആയിരിക്കും. പേയ്മെന്റ് യൂണിറ്റ് വരുന്നത് 10 ക്യൂബിക് ഡെസിമീറ്ററിലാണ് പേയ്മെന്റ് യൂണിറ്റ് വരുന്നത്. ഓക്കെ, ഇനി ഡാം പ്രൂഫ് കോഴ്സ്. അപ്പോൾ ഡാം പ്രൂഫ് കോഴ്സിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഡാം പ്രൂഫ് കോഴ്സിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡാം പ്രൂഫ് കോഴ്സിന്റെ തിക്നെസ് എത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡാം പ്രൂഫ് കോഴ്സിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 2.5 സെന്റിമീറ്റർ ആണ് ഡാം പ്രൂഫ് കോഴ്സിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഒരു എന്താണ് സ്റ്റാൻഡേർഡ് തിക്നെസ്. ഈ ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യാത്ത പോർഷൻ എവിടെയൊക്കെയാണ്? ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യാത്ത ഡോർ ഓപ്പണിംഗ്, വെരാന്ത ഓപ്പണിംഗ്സിലൊന്നും ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യാറില്ല. എന്താണ് ഡാം പ്രൂഫ് കോഴ്സിന്റെ ഫംഗ്ഷൻ? എന്താണ്? നമുക്ക് വോളിനകത്തുള്ള ഡാംനെസ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ വോളിലേക്ക് ഡാംനെസ് വരുന്നത് പ്രിവെന്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വെരാന്തയിലും അതേ കണക്കിന് ഡോറിലും എന്തോ ഇല്ല, അവിടെ ഒന്നും വാൾസ് ഇല്ല, അതുകൊണ്ട് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യില്ല. ഈ ഡാം പ്രൂഫ് കോഴ്സിന്റെ മെഷറിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. തിക്നെസ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യില്ല ക്വാണ്ടിറ്റി കാൽക്കുലേഷനകത്ത്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി അതിന്റെ മെഷറിംഗ് യൂണിറ്റും പേയ്മെന്റ് യൂണിറ്റും രണ്ടും ഒന്നാണ്, മീറ്റർ സ്ക്വയർ. മെഷറിംഗ് യൂണിറ്റും പേയ്മെന്റ് യൂണിറ്റും മീറ്റർ സ്ക്വയറിലാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഡാം പ്രൂഫ് കോഴ്സിന്റെ തിക്നെസ് പറയുന്നത് 2.5 സെന്റിമീറ്റർ ആണ്. ഡാം പ്രൂഫ് കോഴ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡാം പ്രൂഫ് കോഴ്സ് വോളിലേക്ക് ഡാംനെസ് വരാതെ പ്രിവെന്റ് ചെയ്യാനാണ് ഡാം പ്രൂഫ് കോഴ്സ് യൂസ് ചെയ്യുന്നത്. ഡാം പ്രൂഫ് കോഴ്സിന്റെ മെഷറിംഗ് യൂണിറ്റും പേയ്മെന്റ് യൂണിറ്റും രണ്ടും മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ പറയുന്നത്. പേയ്മെന്റ് യൂണിറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. അത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. മെഷറിംഗ് യൂണിറ്റ് എന്നാണോ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്, അല്ലെങ്കിൽ പേയ്മെന്റ് യൂണിറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ്? പേയ്മെന്റ് യൂണിറ്റും സ്റ്റാൻഡേർഡ് യൂണിറ്റും ഒന്നാണ്. ഇനി മേസണറി. മേസണറി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര മേസണറി ഉണ്ട്? നമുക്ക് യൂഷ്വലി സ്റ്റോൺ മേസണറിയും ബ്രിക്ക് മേസണറിയും ഉണ്ട്. അപ്പൊ സ്റ്റോൺ മേസണറി ആണെങ്കിലും ബ്രിക്ക് മേസണറി ആണെങ്കിലും നമ്മൾ എന്താണ് അതിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റോൺ മേസണറി ആണെങ്കിലും ബ്രിക്ക് മേസണറി ആണെങ്കിലും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് മേസണറി ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് മേസണറി ഇൻറ്റു ഹൈറ്റ് ഓഫ് മേസണറി. ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ആ ഒരു കേസിൽ എന്ത് ചെയ്യും? നമുക്ക് ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ ആ ഓപ്പണിങ്സ് എല്ലാം നമ്മൾ ഡിഡക്ട് ചെയ്യും. ഇതിനകത്ത് എഴുതാൻ ഒരു പോയിന്റ് വിട്ടുപോയി, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് നമുക്കൊരു മേസണറി വോൾ. ഇതൊരു ബ്രിക്ക് വോൾ ആണെന്ന് വിചാരിക്കുക, ബ്രിക്ക് മേസണറി. അപ്പോ ഈ ബ്രിക്ക് മേസണറിക്കകത്ത് നമുക്ക് ദാണ്ട് ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഡോർ അത് കണക്കാൻ എന്തുണ്ടാവും? ഇവിടെ ഒരു വെന്റിലേറ്റർ ഒക്കെ ഉണ്ടാവും, വെന്റിലേഷൻ ഒക്കെ ഉണ്ടാവും, വെന്റിലേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. ബാക്കി എല്ലായിടത്തും നമുക്ക് ബ്രിക്ക് വർക്ക് ഉണ്ട്. അപ്പോ നമ്മള് ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ലെങ്ത് ഓഫ് വോൾ ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് വോൾ ഇൻറ്റു ഹൈറ്റ് ഓഫ് വോൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി മേസണറി വർക്കിനകത്ത് ഇഫ് ദ ഓപ്പണിങ്സ് അപ് ടു 0.1 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ അവിടെ എന്തെടുക്കണ്ട? ആ ഓപ്പണിങ് ഡിഡക്ട് ചെയ്യേണ്ട. അവിടെ വോൾ ഉള്ള രീതിയിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോ for opening up to 0.1 meter square, no deduction is made for brick masonry. 0.1 meter square. അപ്പോൾ
വോളിന്റെ ഓപ്പണിംഗ് 0.1 മീറ്റർ സ്ക്വയറെ ഉള്ളിൽ നമ്മൾ എന്തെടുക്കണ്ട, ആ ഓപ്പണിംഗ്, അവിടെ ഒരു ഓപ്പണിംഗ് ഉള്ളതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അവിടെ ബോൾ ക്വാണ്ടിറ്റി കൺസിഡർ ചെയ്യാം. അപ്പോൾ ബ്രിക്ക് മേസണറി ആണെങ്കിലും സ്റ്റോൺ മേസണറി ആണെങ്കിലും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് മീറ്റർ ക്യൂബിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒന്ന് രണ്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വാൾസ് ഉണ്ട്. ഇപ്പൊ ഹണി കോംബ് വാൾ ആണുള്ളതെങ്കിൽ, ഹണി കോംബ് എന്ന് വെച്ചാൽ നമുക്ക് ഈ വാളിനകത്ത് എന്തുണ്ടാവും, ചെറിയ ഓപ്പണിങ്സ് ഉണ്ടാവും. ഓരോ ബ്രിക്കിനകത്തും കുറച്ച് ഓപ്പണിങ്സ് ഉണ്ടാവും. അതാണ് ഹണി കോംബ് വാൾസ്. നമുക്ക് തേനീച്ചക്കൂട് പോലെ ആയിരിക്കും ആ വാൾ ഇരിക്കുന്നത്. അപ്പോൾ ഹണി കോംബിംഗ് ബ്രിക്ക് വാൾ ആണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അവിടെ നമുക്ക് സ്ക്വയർ മീറ്റേഴ്സിലാണ് ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഹണി കോംബിംഗ് ബ്രിക്ക് വാൾ ആണെങ്കിൽ അവിടെ മെഷർമെന്റ് എടുക്കുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ്. ദാറ്റ് മീൻസ് ഏരിയയിലാണ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ ഓർക്കുക, അവിടെ എന്താണ് വാൾ, ആ ഹണി കോംബ് വാൾ എന്ന് പറയുമ്പോൾ എന്തുണ്ട്, അവിടെ ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്, ചെറിയ തേനീച്ച കൂട് പോലെ തന്നെ ഓപ്പണിങ്സ് ഉണ്ട്. ആ ഓപ്പണിങ്സ് ഒന്നും ഡിഡക്ട് ചെയ്യേണ്ട. നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏരിയയിലാണെന്ന് മാത്രം ഓർത്തിരിക്കുക. ഹണി കോംബിംഗ് ബ്രിക്ക് വാൾ ആണെങ്കിൽ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ഈസ് ടേക്കൺ ഇൻ സ്ക്വയർ മീറ്റേഴ്സ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് മെഷറിംഗ് യൂണിറ്റും പേയ്മെന്റ് യൂണിറ്റും ഓഫ് മേസണറി എന്ന് പറയുന്നത് മീറ്റർ ക്യൂബിലാണ്. ഓക്കെ, അപ്പോൾ മെഷറിംഗ് യൂണിറ്റ് ഓഫ് സ്റ്റോൺ മേസണറി ആൻഡ് ബ്രിക്ക് മേസണറി, മെഷറിംഗ് യൂണിറ്റും അതേ കണക്കിന് പേയ്മെന്റ് യൂണിറ്റ് ഓർ സ്റ്റാൻഡേർഡ് യൂണിറ്റും മീറ്റർ ക്യൂബിലാണ് എടുക്കുന്നത്. പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയുന്നത്, ഈ പാർട്ടീഷൻ വാളിന്റെ ആണ്. തിൻ പാർട്ടീഷൻ വാൾ ആണെങ്കിൽ അവിടെ നമ്മൾ സ്ക്വയർ മീറ്റേഴ്സിലാണ്, ഏരിയയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി. അതേ കണക്കിന് ഹണി കോംബിംഗ് ബ്രിക്ക് വാൾ ആണെങ്കിലും അവിടെ നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയർ ആണ്. ഈ 4 ഐറ്റംസും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അയ്യോ, മൈക്ക് മ്യൂട്ടായി പോയി, സോറി. അപ്പോൾ RCC വർക്കിനകത്ത് ക്വാണ്ടിറ്റി റീൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റിനകത്ത് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ ക്യൂബിലാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റിലാണ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പേയ്മെന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് 10 cubic decimeter ആണ്. പേയ്മെന്റ് യൂണിറ്റ് ഈസ് ടേക്കൺ ഇൻ 10 cubic decimeter. മെഷറിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് ആണ്. ഇനി സ്റ്റീൽ വർക്ക്. അപ്പോൾ സ്റ്റീൽ വർക്കിന്റെ മെഷറിംഗ് യൂണിറ്റ് കിലോഗ്രാം ഓർ മെട്രിക് ടൺ. പേയ്മെന്റ് യൂണിറ്റ് ഈസ് ഇൻ ക്വിന്റൽസ്. അപ്പോൾ സ്റ്റീൽ വർക്കിന്റെ മെഷറിംഗ് യൂണിറ്റ് കിലോഗ്രാംസിലോ മെട്രിക് ടണ്ണിലോ ആണ് മെഷറിംഗ് യൂണിറ്റ്. കിലോഗ്രാം ഓർ മെട്രിക് ടൺ. പേയ്മെന്റ് യൂണിറ്റ് ക്വിന്റലിലാണ്. ഇത് മാറിപ്പോകരുത്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് സ്റ്റീൽ വർക്ക് എന്ന് പറഞ്ഞാൽ അത് ക്വിന്റലാണ്, അല്ലെങ്കിൽ മെഷറിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ഓർ മെട്രിക് ടൺ ആയിട്ടാണ് പറയുന്നത്. ഇനി നമുക്ക് ഒരു സ്ട്രക്ചർ കോൺക്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു സ്ട്രക്ചർ ആണ്. ഈ സ്ട്രക്ചർ കോൺക്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ലെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു ഹൈറ്റ് ഓഫ് കോൺക്രീറ്റ്. ഇനി ഇതിനകത്ത് എത്ര ക്വാണ്ടിറ്റി ഓഫ് റീഇൻഫോഴ്സ്മെന്റ് വേണമെന്നുള്ള ഡേറ്റ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് എന്തെടുത്താൽ മതി, ഈ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റിയുടെ 1% എന്ത് കൊടുക്കണം, സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്കുള്ള ഒരു കോൺക്രീറ്റിനകത്ത്, റീഇൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റിനകത്ത് നമുക്ക് സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റിയുടെ 1% സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക.
ഇനി നെക്സ്റ്റ് വൺ ഫ്ലോറിംഗ്. അപ്പോൾ ഫ്ലോറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറും ഉണ്ട്, അതേ കണക്കിന് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഇനി ഫ്ലോറിംഗിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സ് ആണ്. ഇവിടെയും നമ്മൾ എന്ത് കൺസിഡർ ചെയ്യില്ല, ഡാം പ്രൂഫ് കോഴ്സ് പറഞ്ഞത് കണക്ക് തന്നെ എന്ത് ചെയ്യില്ല, തിക്നെസ് ഓഫ് ഫ്ലോറിംഗ് കൺസിഡർ ചെയ്യില്ല. നമ്മൾ എടുക്കുന്നത് ലെങ്ത് ഓഫ് ഫ്ലോർ ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് ഫ്ലോർ. അപ്പോൾ ലെങ്ത് ഓഫ് ഫ്ലോർ ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് ഫ്ലോർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഹയർ ഫ്ലോർ, അപ്പൊ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഒക്കെ ആണെങ്കിൽ എന്താണ്, അവിടെ നമുക്ക് എന്തുണ്ട്, അവിടെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ അകത്താണ് ഫ്ലോർ നിൽക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ റൂഫ് ആണ് ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിന്റെ റൂഫ് എന്താണ്, ഒരു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചർ ആണ്. അതിന് നമ്മൾ സെപ്പറേറ്റ് ഒരു ഐറ്റം ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ക്വാണ്ടിറ്റി മീറ്റർ ക്യൂബിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ മുകളിലുള്ള ആ റൂഫ് അല്ല ഫ്ലോർ എന്ന് പറഞ്ഞ പോർഷൻ, ഫസ്റ്റ് ഫ്ലോറിന്റെ ഫ്ലോർ എന്ന് പറഞ്ഞ പോർഷൻ സ്ക്വയർ മീറ്ററിലും കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. RCC സ്ട്രക്ചർ മീറ്റർ ക്യൂബിലും എടുക്കണം, അത് കണക്കിന് അതിന്റെ പുറത്തുള്ള ഫ്ലോർ കവറിങ്സ് നമ്മൾ എന്ത് എടുക്കണം, സ്ക്വയർ മീറ്ററിലും കൺസിഡർ ചെയ്യണം. ഇപ്പൊ ടൈലൊക്കെ ഇടാനുള്ള റേറ്റ് നമ്മൾ പറയുന്നതാണ് സ്ക്വയർ ഫീറ്റിനാണ് റേറ്റ് പറയുന്നത്. അവിടെ തിക്നെസ് ഓഫ് ടൈൽ അല്ലെങ്കിൽ ആ കവറിങ് നമ്മൾ കൺസിഡർ ചെയ്യില്ല, അത്രേ ഉള്ളൂ ഇവിടെ. ഇനി ഇതിന്റെ മെഷറിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്, ഏരിയയിലാണ് മെഷർ ചെയ്യുന്നത്. പേയ്മെന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് 10 മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, 10 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ അത് തെറ്റിപ്പോകരുത്, മെഷറിംഗ് യൂണിറ്റും പേയ്മെന്റ് യൂണിറ്റും. ഇനി നെക്സ്റ്റ് ആണ് പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ്. അപ്പൊ ഇവിടെയും നമ്മൾ ആ പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 12 mm തിക്നെസ് ആണ്. പ്ലാസ്റ്ററിങ് ഓഫ് തിക്നെസ് 12 mm. 12 mm തിക്ക്. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് സ്ക്വയർ മീറ്റേഴ്സ് ആണ്. ഇവിടെ എന്തെടുക്കില്ല, തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിങ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിങ് വിൽ നോട്ട് ബി കൺസിഡേർഡ്. അതുകണക്കിന് പോയിന്റിങ്ങിലും തിക്നെസ് കൺസിഡർ ചെയ്യില്ല. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ലെങ്ത് ഇൻറ്റു ഹൈറ്റിലാണ് ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ. ലെങ്ത് ഇൻറ്റു ഹൈറ്റിലാണ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, തിക്നെസ് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒന്നെങ്കിൽ വോളിലും സീലിംഗിലും ഒക്കെ പ്ലാസ്റ്റർ ചെയ്യാറുണ്ട്. ഭിത്തിയിലും സീലിംഗിലും ഒക്കെ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് ഭിത്തിയിൽ വാൾസിൽ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഡോറിന്റെ ഓപ്പണിംഗ് ഉണ്ടാവും, വിൻഡോയുടെ ഓപ്പണിംഗ് ഉണ്ടാവും, വെന്റിലേറ്ററിന്റെ ഓപ്പണിംഗ് ഉണ്ടാവും, എയർ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ ചില കേസിൽ മാത്രമേ എന്തെടുക്കത്തുള്ളൂ, ആ ഓപ്പണിങ്സ് നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതാണ് ഈ റെഡ് ലൈൻസിൽ കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കോ, ഫോർ സ്മോൾ ഓപ്പണിംഗ് അപ് ടു 0.5 സ്ക്വയർ മീറ്റർ നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ്. അപ്പോൾ ഓപ്പണിങ്ങിന്റെ സ്പേസ് 0.5 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യില്ല, ഡിഡക്ഷൻസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഓപ്പണിങ്ങിന്റെ സൈസ് 0.5 സ്ക്വയർ മീറ്ററിനും 3 സ്ക്വയർ മീറ്ററും ആണെങ്കിൽ നമുക്ക് വോളിന്റെ ഒരു ഫേസിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഡിഡക്ഷൻ ചെയ്താൽ മതി. അപ്പൊ നമുക്കൊരു വോൾ എടുക്കുമ്പോൾ അതിന് ഇന്നർ ഫേസും ഉണ്ട്, ഔട്ടർ ഫേസ് ഉണ്ട്, മുറിക്ക് ഉള്ളിലും ഉണ്ട്, മുറിക്ക് പുറത്തെ വോളുണ്ട്. അപ്പോൾ വോളിന്റെ ഓപ്പണിങ് 0.5 സ്ക്വയർ മീറ്ററും മുതൽ 3 സ്ക്വയർ മീറ്ററിന് ഇടയ്ക്കാണെങ്കിൽ, ഓപ്പണിംഗ് 0.5 സ്ക്വയർ മീറ്റർ മുതൽ 3 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ എവിടെ എടുത്താൽ മതി, ഒരു ഫേസിൽ മാത്രം ഡിഡക്ഷൻ എടുത്താൽ മതി. അതായത് ഒന്നുകിൽ ഇന്നർ വോൾ ഡിഡക്ട് ചെയ്യുക അല്ലെങ്കിൽ ഔട്ടർ വോൾ ഡിഡക്ട് ചെയ്യുക, ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഡിഡക്ട് ചെയ്താൽ മതി. ഈ എബവ് 3 സ്ക്വയർ മീറ്റർ ആണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും ഡിഡക്ഷൻസ് ചെയ്യുക. അപ്പൊ ഇന്നർ വോളിന് ഡിഡക്ട് ചെയ്യുക, ഔട്ടർ വോളിലും ഡിഡക്ട് ചെയ്യുക. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല സർ, ഓക്കെ ആണ്. ഇനി പോയിന്റിങ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ക്വയർ മീറ്റേഴ്സ് ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇതിനകത്ത് നമുക്ക് എപ്പോഴും PSC എക്സാംസിന് ചോദിക്കുന്നത് പ്ലാസ്റ്ററിങ്ങിന്റെ മെഷറിംഗ് യൂണിറ്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലെങ്കിൽ പേയ്മെന്റ് യൂണിറ്റ്. മെഷർമെന്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏരിയയിലാണ്, മീറ്റർ സ്ക്വയർ. അതിന്റെ പേയ്മെന്റ് യൂണിറ്റ് ഓർ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് 10 മീറ്റർ സ്ക്വയർ. പേയ്മെന്റ് പറയുന്നത് നമ്മൾ 10 മീറ്റർ സ്ക്വയറിനാണ് പേയ്മെന്റ് പറയുന്നത്, പേയ്മെന്റ് യൂണിറ്റ് ഓർ സ്റ്റാൻഡേർഡ് യൂണിറ്റ്.
ഇതാണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എപ്പോഴാണ് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നത്, എപ്പോഴാണ് നമ്മൾ ഡിഡക്ട് ചെയ്യാണ്ടിരിക്കുന്നത്. ഇനി വൈറ്റ് വാഷിംഗ്, കളർ വാഷിംഗ്, ഡിസ്റ്റംബറിംഗ് ഓഫ് പെയിന്റിങ്. അപ്പോൾ ഈ കേസിൽ വൈറ്റ് വാഷിംഗ്, കളർ വാഷിംഗ്, ഡിസ്റ്റംബറിംഗ് ഓഫ് പെയിന്റിങ്, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇവിടെ നമ്മൾ ആ തിക്നെസ് ഓഫ് പെയിന്റിങ് കൺസിഡർ ചെയ്യില്ല. എന്തേ എടുക്കുള്ളൂ, വോളിന്റെ ഏരിയ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, അതായത് പ്ലാസ്റ്ററിങ്ങിന്റെ അതേ ക്വാണ്ടിറ്റി. ഇവിടെ നമ്മൾ പെയിന്റിങ്ങിന്റെ മെഷറിംഗ് യൂണിറ്റ് പറയുന്നത് മീറ്റർ സ്ക്വയറിലാണ്. അതേ കണക്ക് തന്നെ പേയ്മെന്റ് യൂണിറ്റ് പറയുന്നത് 10 മീറ്റർ സ്ക്വയർ ആണ്. മെഷറിംഗ് യൂണിറ്റ് മീറ്റർ സ്ക്വയർ, പേയ്മെന്റ് യൂണിറ്റ് 10 മീറ്റർ സ്ക്വയർ. ഇനി നമ്മൾ വുഡ് വർക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഡോറും വിൻഡോയും ഒക്കെ എന്തായിരിക്കും, വുഡ് വർക്ക് ആയിരിക്കും. അപ്പോൾ ഡോറിന് നമുക്ക് 2 പാർട്സ് ഉണ്ട്. ഒന്നൊരു ഫ്രെയിമും ഉണ്ട്, ആ ഫ്രെയിമിനകത്ത് ഒരു ഷട്ടർ വന്ന് അടഞ്ഞിരിക്കും. അപ്പോൾ ഫ്രെയിമിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെ എടുക്കുന്നത്, മീറ്റർ ക്യൂബിലാണ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് വോളിയത്തിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രെയിമിന്റെ ക്വാണ്ടിറ്റി നമ്മൾ വോളിയത്തിലാണ് കൺസിഡർ ചെയ്യുന്നത്. ലെങ്തും ബ്രെഡ്ത്തും തിക്നെസ്സും കൺസിഡർ ചെയ്യണം. ഇനി അതിന്റെ മെഷറിംഗ് യൂണിറ്റ് നമ്മൾ മീറ്റർ ക്യൂബിൽ പറയും. പേയ്മെന്റ് യൂണിറ്റ് ഓർ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ഫ്രെയിം എന്ന് പറയുന്നത് ക്യൂബിക് ഡെസിമീറ്റർ, 10 ക്യൂബിക് ഡെസിമീറ്റർ അല്ലെങ്കിൽ 10 dm ക്യൂബ് ആണ് ഫ്രെയിമിന്റെ പേയ്മെന്റ് യൂണിറ്റ് ഓർ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാമേ. ഇനി ഡോർ ഓർ വിൻഡോ ഷട്ടേഴ്സ് ആണെങ്കിൽ, അപ്പോൾ നമ്മൾ ഫ്രെയിമിന്റെ ക്വാണ്ടിറ്റി മീറ്റർ ക്യൂബിലാണെന്ന് പറഞ്ഞു. ഈ ഫ്രെയിമിനകത്ത് വന്ന് ഫിക്സ് ആകുന്ന ഡോറിന്റെ ഷട്ടേഴ്സ്, അതായത് നമ്മൾ തുറക്കുന്ന പോർഷൻ, അതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നത് ഏരിയയിലാണ്. അപ്പൊ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ, അതായത് മെഷറിംഗ് യൂണിറ്റ് ഈസ് ഇൻ മീറ്റർ സ്ക്വയർ. ഇനി നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത്, ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഓഫ് ഷട്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഓഫ് ഷട്ടേഴ്സ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. തിക്നെസ് ഓഫ് ഷട്ടർ നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓർ പേയ്മെന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് 10 dm സ്ക്വയർ ആണ്. പേയ്മെന്റ് യൂണിറ്റ് ഓർ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് 10 dm സ്ക്വയർ ആണ് പേയ്മെന്റ് യൂണിറ്റ് ഓർ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡോർ ഓർ വിൻഡോ ഷട്ടേഴ്സ്. ഇനി നമുക്ക് കോമൺ ആയിട്ട് വുഡ് വർക്കിന്റെ മെഷർമെന്റ് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, മീറ്റർ ക്യൂബിലാണ്. മെഷറിംഗ് ഈസ് ഇൻ മീറ്റർ ക്യൂബ്. പേയ്മെന്റ് യൂണിറ്റ് 10 ക്യൂബിക് ഡെസിമീറ്റർ. പേയ്മെന്റ് യൂണിറ്റ് പറയുന്നത് 10 ക്യൂബിക് ഡെസിമീറ്റർ. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, വുഡ് വർക്കിനകത്ത് ഡോർ ഓർ വിൻഡോ ഷട്ടേഴ്സ് ആണ് തരുന്നതെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മീറ്റർ സ്ക്വയറിലാണ്, സ്ക്വയർ മീറ്റേഴ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അവിടെ മെഷർമെന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയറിലാണ്. പേയ്മെന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് 10 dm സ്ക്വയറിലാണ് മെഷർമെന്റ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലോ? നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞേ, കമന്റ് ചെയ്താലും മതി, കുഴപ്പമില്ല. ദി യൂണിറ്റ് ഓഫ് വുഡ് വർക്ക് ഈസ്, ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞല്ലേ യൂണിറ്റ് ഓഫ് വുഡ് വർക്ക് 10 cubic decimeter. Cubic decimeter. Option C, 10 cubic decimeter. Any second question, the unit of measurement of earthwork excavation, Meter cube. unit of meter cube. ഇപ്പൊ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്നാ ചോദിച്ചിരുന്നെങ്കിലോ എത്ര ആയിരുന്നു വരുന്നത്? സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഫോർ എർത്ത് എക്സ്കവേഷൻ എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ ആയിരുന്നു മീറ്റർ ക്യൂബ് അല്ലേ? എത്രയാ? മീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബ് 10 മീറ്റർ. 10 മീറ്റർ. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് അല്ലെങ്കിൽ പേയ്മെന്റ് യൂണിറ്റ് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ആയിരുന്നെങ്കിൽ 10 മീറ്റർ ക്യൂബ് ആണ് ആൻസർ വരുന്നത്. തേർഡ് വൺ, ഡാം പ്രൂഫ് കോഴ്സ് ഈസ് മെഷേർഡ് ഇൻ
Meter square. മീറ്റർ സ്ക്വയർ. തിക്നെസ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് കൺസിഡർ ചെയ്യില്ല. തിക്നെസ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് എത്രയായിരുന്നു? 2.5. 2.5 എന്ത് യൂണിറ്റ് എന്തായിരുന്നു? ഡാം പ്രൂഫ് കോഴ്സ് Centimeter. സെന്റിമീറ്റർ. ഈ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഫോർ RCC വർക്ക്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് RCC വർക്ക്. 10 cubic decimeter. 10 cubic decimeter. Option C. Option C. Standard unit for RCC work 10 cubic decimeter. Unit of measurement of Meter square. meter square. Option A, meter square. Unit of measurement of partition wall. Run. Meter square. മീറ്റർ സ്ക്വയർ ആണ് ആൻസർ. പാർട്ടീഷൻ വാള്, അത് കണക്കിന് ഹണി കോംബ് വാള്, അതിനൊക്കെ ആണെങ്കിൽ ക്വാണ്ടിറ്റി മീറ്റർ സ്ക്വയറിലാണ് എടുക്കേണ്ടത്. പാർട്ടീഷൻ വാൾ, യൂഷ്വലി നമ്മൾ ബ്രിക്ക് മേസണറി എടുക്കുന്ന എന്തിലാണ്? മീറ്റർ ക്യൂബിലാണ്. പക്ഷെ ഇത് കണക്ക് പാർട്ടീഷൻ വാൾ ആണെങ്കിലോ, അത് കണക്ക് ഹണി കോംബിങ് ആണെങ്കിലോ, ഹണി കോംബ് വാൾ ആണെങ്കിലോ നമ്മൾ ക്വാണ്ടിറ്റി മീറ്റർ സ്ക്വയറിലാണ് എടുക്കുന്നത്. ഇതിന്റെ ആൻസർ അറിയാവോ നോക്കിയേ. റോളിംഗ് ഷട്ടേഴ്സ് ആർ മെഷേർഡ് ഇൻ. പറഞ്ഞില്ല. റണ്ണിങ് മീറ്റർ ആയിരിക്കില്ലേ? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അല്ല, മീറ്റർ സ്ക്വയർ ആണ്. അല്ലല്ല, മീറ്റർ സ്ക്വയർ. റോളിംഗ് ഷട്ടേഴ്സ് ആർ മെഷേർഡ് ഇൻ മീറ്റർ സ്ക്വയർ. സ്ക്വയർ മീറ്റർ ആണ് ആൻസർ. സ്ക്വയർ മീറ്റേഴ്സ്. സ്ക്വയർ മീറ്റേഴ്സ്. ഇനി 8th ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞേ. അയൺ വർക്ക്. കിലോഗ്രാം. 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 ഇനി ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ. ബ്രിക്ക് വർക്ക് ഈസ് നോട്ട് മെഷേർഡ് ഇൻ മീറ്റർ ക്യൂബ് ഇൻ കേസ് ഓഫ്. Brick work is not measured in meter cube in case of. അറിയില്ല. നമ്മളിപ്പോ കുറച്ച് മുന്നേ പറഞ്ഞില്ലായിരുന്നോ, പാർട്ടീഷൻ വാൾ ആണെങ്കിൽ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യാം? മീറ്റർ സ്ക്വയറിലാണ് മെഷർ ചെയ്യാം. ഹണികോംബ് ആണെങ്കിൽ എങ്ങനെ മെഷർ ചെയ്യാം? മീറ്റർ സ്ക്വയറിലാണ് മെഷർ ചെയ്യാം. ആ സെയിം ടൈപ്പ് ആണ് ഓഫ് ബ്രിക്ക് വാൾ ആണെങ്കിലും നമ്മൾ മെഷർ ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലാണ്, ക്യൂബിക് മീറ്റേഴ്സിലല്ല മെഷർ ചെയ്യുന്നത്. അതാണ് ആ ക്വസ്റ്റ്യൻ. ഹാഫ് ബ്രിക്ക് വാൾ. നമ്മൾ ഹാഫ് ബ്രിക്ക് വാൾ മീറ്റർ ക്യൂബിലല്ല, വോളിയത്തിലല്ല മെഷർ ചെയ്യുന്നത്, ഏരിയയിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയാം. ഇൻ കാൽക്കുലേറ്റിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക്, നോ ഡിഡക്ഷൻ ഷാൽ ബി ഫോർ ഓപ്പണിംഗ് അപ്പ്. ബ്രിക്ക് വർക്ക് ആണ്, പ്ലാസ്റ്ററിംഗ് അല്ല. 0.1 meter square. 0.1 meter square. അപ് ടു 0.1 meter square നമുക്ക് ബ്രിക്ക് വർക്കിനകത്ത് എന്ത് ചെയ്യില്ല, ഡിഡക്ഷൻസ് ഒന്നും കൺസിഡർ ചെയ്യില്ല ബ്രിക്ക് മേസണറി. അപ്പോൾ നമ്മളിത് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ എങ്ങനെ ക്വസ്റ്റ്യൻ വരും, അപ്പോൾ എങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള സാധനങ്ങൾ വരും എന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ. തിയറി പഠിച്ചിട്ട് പോയാലും നമുക്ക് അത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളൊരു ചോയ്സ് സോൾവ് ചെയ്യാൻ. സർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങാനും ഇടുവോ ഇതില് നോട്ട്സ് വരുമ്പോ? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഷെയർ ചെയ്ത് തന്നില്ലേ ഗ്രൂപ്പില്? ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം, കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്ത് തരാം. അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും തന്നായിരുന്നോ? ഇല്ലില്ല, കിട്ടിയിട്ടില്ലെന്ന് വിചാരിക്കണോ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ആ ശരി. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരാം. പിന്നെ നമ്മൾ കഴിയുന്നിടത്തോളം മൾട്ടിപ്പിൾ ചോയ്സ് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങളുടെ മെയിൽ IDs ഒന്ന് തരണം, അപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്ത ക്ലാസ് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൂഗിൾ ഡ്രൈവ് റൈസാണ് സേവ് ആകുന്നത്. അപ്പോൾ മെയിൽ ID വെച്ച് നിങ്ങൾക്ക് പെർമിഷൻ തന്നാൽ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജിമെയിൽ ID ഇല്ലേ അല്ലേ? ജിമെയിൽ ID ഉണ്ടെങ്കിൽ ജിമെയിൽ ID തന്നെ വേണ്ടത്. അപ്പോൾ ലിങ്ക് സാറിന് സെൻഡ് ചെയ്യണം. എനിക്ക് സെൻഡ് ചെയ്യണം.